ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ദുൽഖർ സൽമാന്റെ വാഹനം കസ്റ്റംസ് വിട്ടു നൽകും. ലാൻഡ് റോവർ ഡിഫൻഡർ ബാങ്ക് ഗ്യാരണ്ടിയിലാണ് വിട്ടു നൽകുക. അന്വേഷണ പരിധിയിലുള്ള വാഹനമായതിനാൽ നിബന്ധനകൾ ഏർപ്പെടുത്തും. കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണറുടേതാണ് തീരുമാനം. ദുൽഖറിന്റെ അപേക്ഷ പരിഗണിച്ച് തീരുമാനമെടുക്കാൻ ഹൈക്കോടതി കസ്റ്റംസിനോട് നിർദ്ദേശിച്ചിരുന്നു. എസ് ശരണുണ്ട്. ശരൺ, ബിഗ് ബ്രേക്കിംഗ്, ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. അങ്ങനെ ദുൽഖറിന് ഡിഫൻഡർ തിരിച്ചു കിട്ടും. ദുൽഖറിന്റെ ഡിഫൻസ് വിജയിച്ചു അല്ലേ ശരൺ? പക്ഷേ ബാങ്ക് ഗ്യാരണ്ടിയിലാണെന്ന് മാത്രം. ഗുഡ് മോർണിംഗ് ശരൺ. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. എന്തായാലും ആ ഒരു പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് കസ്റ്റംസ് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതായത് നേരത്തെ 3 വാഹനങ്ങൾ, ദുൽഖർ സൽമാന്റെ ഈ ലാൻഡ് റോവർ ഡിഫൻഡർ അടക്കം 3 വാഹനങ്ങളാണ് കസ്റ്റംസ് പിടിച്ചെടുത്തിരുന്നത്. അതിൽ ഈ ഡിഫൻഡർ തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചത്. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞത് കസ്റ്റംസിനോട് ഈ ദുൽഖർ സൽമാന്റെ അപേക്ഷ പരിഗണിക്കാനായിരുന്നു. പരിഗണിച്ച് 7 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്നുള്ള നിർദ്ദേശവും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് പ്രകാരമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ദുൽഖർ സൽമാൻ ഈ അപേക്ഷ നൽകിയിരുന്നത്. അഭിഭാഷകൻ മുഖേന അപേക്ഷ നൽകിയപ്പോൾ തന്നെ ചില രേഖകൾ ഹാജരാക്കുകയും ചെയ്തിരുന്നു. ആ രേഖകൾ പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ കസ്റ്റംസ് തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രധാനമായും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കസ്റ്റംസ് ആക്ടിലെ 110A സെക്ഷൻ 110A പ്രകാരം വാഹനം വിട്ടു നൽകാനാകും. ബാങ്ക് ഗ്യാരണ്ടിയിലാണ് വിട്ടു നൽകുക. ഇതോടൊപ്പം തന്നെ ഇത് അന്വേഷണ പരിധിയിലുള്ള വാഹനമാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നിബന്ധനകൾ ഏർപ്പെടുത്താനും ഇപ്പോൾ കസ്റ്റംസ് തീരുമാനിച്ചിട്ടുണ്ട്. അതായത് വാഹനം കേരളത്തിന് പുറത്തേക്ക് കൊണ്ടുപോകരുത്, ഒപ്പം തന്നെ എപ്പോൾ വിളിപ്പിച്ചാലും വാഹനം ഹാജരാക്കണം തുടങ്ങിയ നിബന്ധനകൾ ഏർപ്പെടുത്തിയായിരിക്കും ഈ വാഹനം വിട്ടു നൽകുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ദുൽഖർ സൽമാനെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യമാണ്. 3 വാഹനങ്ങളിൽ 1 വാഹനം തിരികെ കിട്ടുന്നു എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ശരൺ പ്രേക്ഷകരെ അറിയിക്കുന്നത്. അങ്ങനെ ഓപ്പറേഷൻ നുംഖൂർ, പ്രേക്ഷകർക്ക് അറിയാവുന്നല്ലോ, ഭൂട്ടാൻ വാക്കാണ് നുംഖൂർ എന്ന് പറഞ്ഞാൽ വാഹനം. നുംഖൂർ.com പോയാൽ നിങ്ങൾക്ക് ഒരുപാട് വാഹനങ്ങളുടെ ഫോട്ടോ അവിടെ കാണാം. ഫോട്ടോ ഒക്കെ കണ്ട് സംതൃപ്തി അടയാമെന്നേ ഉള്ളൂ. ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ 160% നികുതി കൊടുക്കണം. നികുതി വെട്ടിച്ചു കൊണ്ടുവന്ന വാഹനങ്ങളാണ് ഇപ്പോൾ ഈ താരങ്ങൾക്ക് പണിയായി മാറിയിരിക്കുന്നത്. എന്തായാലും കസ്റ്റംസിന്റെ ആദ്യ നീക്കം പാളുന്നു. ഡിഫൻഡർ വാഹനം വിട്ടുകൊടുക്കാനുള്ള ഉത്തരവായി മാറുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാങ്ക് ഗ്യാരണ്ടിയിൽ അത് തിരിച്ചു കൊടുക്കാം എന്നുള്ളതാണ്.